നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളുടെ ചില ഡിസയേഴ്സൊക്കെ കുറച്ച് സമയമെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ ചില മാനിഫെസ്റ്റേഷൻസൊക്കെ കുറച്ച് സമയമെടുത്തുകൊണ്ട് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കുറച്ചധികം ടൈം നമ്മുടെ ആ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളിൽ പലപ്പോഴും, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നേടിയെടുക്കാൻ പലപ്പോഴും നമ്മൾ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കൂടാതെ നമ്മുടെ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും നമുക്ക് പലപ്പോഴും സമയമെടുക്കുന്നത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ? അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചില ഡിസയേഴ്സ് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും, ചില ഡിസയേഴ്സ് കുറച്ച് മാനിഫെസ്റ്റ് ചെയ്യും, കുറച്ച് സമയമെടുത്ത് മാനിഫെസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു കുട്ടി, ഓക്കെ, ആ കുട്ടി പലപ്പോഴും അവന് നമ്മുടെ സ്റ്റൗവിൽ അല്ലെങ്കിൽ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. അപ്പം ഈ അമ്മ കുട്ടിക്ക് പാല് കുടിച്ചോളാൻ വയ്യ, പെട്ടെന്ന് അവന് കുടിക്കണം. പക്ഷേ അമ്മ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അപ്പം കുറച്ച് എന്തായാലും അവൻ എന്ത് ചെയ്യണം, അവൻ വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുന്നു, പാല് വേണം. എത്ര അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത്ര വാശി പിടിച്ചിട്ട് കാര്യമില്ല. പാല് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് കാച്ചിയതിന് ശേഷം അത് ആറ്റി തണുപ്പിച്ച് കുട്ടിക്കാകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തണുപ്പിക്കണം. അപ്പോൾ ആ ഒരു പ്രകാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാല് കുടിക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് മാനിഫെസ്റ്റേഷൻസ്, എല്ലാ മാനിഫെസ്റ്റേഷൻസ് അല്ല, ചില മാനിഫെസ്റ്റേഷൻസ് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. നിങ്ങൾ കൃത്യമായി, അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പല മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ആളുകൾ ഒരു ദിവസം 2 ദിവസം ഫോളോ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല. കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ലൈഫ് ടൈം ഫോളോ ചെയ്യാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പ്രോസസ്സിന് സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുക. വളരെ സമചിത്തതയോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ആ പ്രോസസ്സുകൾ ചെയ്യുക. ഇപ്പോൾ അലൈൻമെൻറ്റിലായിരിക്കുക, എപ്പോഴും അലൈൻമെൻറ്റിലായിരിക്കുക, കൃത്യമായിട്ട് ഹീലിങ്സ് നടത്തുക, ഡെയിലി ഹീലിങ്സ് നടത്തുക. അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു അലൈൻഡ് സ്റ്റേറ്റിലേക്ക് ഇരുന്നു കൊണ്ട് നമ്മുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയും, ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പല പ്രോസസ്സുകൾ, നമ്മുടെ മാനിഫെസ്റ്റേഷനോട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ എപ്പോൾ ചെയ്യുന്ന വെച്ചാൽ അത് കിട്ടുന്നവരെ ചെയ്യണമെന്നാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എല്ലായിടത്തുമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസ്സ്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് കുറച്ചൊന്ന് ഡിലേ ആയാലും എന്ത് ചെയ്യും, ആ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. കൂടാതെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഹീലിങ്സ്, അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൊച്ചിലേ തൊട്ടുള്ള, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള കുറേ ഹീലിങ്സ് അല്ല, കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സർ വന്ന് നമുക്ക് കുറേ ഹർട്ടുകൾ, വേദനകൾ കിട്ടി, അത് പെയിനായിട്ട് കിടപ്പുണ്ട്. ആ പെയിൻ പലപ്പോഴും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ആ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പെയിൻ അടിഞ്ഞ് കൂടിയ ആ പെയിൻ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിന് ഇല്ലാതാക്കുമ്പോൾ, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പാത്രത്തിൽ ചെളി കോരിക്കളഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റും. അതിനൊക്കെ ആ പെയിൻ കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ നമുക്ക് ഡിലേ വരുന്നത്. പിന്നെ നമ്മൾ അലൈൻമെൻറ്റിലല്ലാത്തതുകൊണ്ട്, നമ്മളൊരു 5ഓളം പ്രോസസ്സ് പഠിപ്പിക്കുന്നത് അലൈൻമെൻറ്റിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ കൃത്യമായ കൺസിസ്റ്റൻസിയാണ്. ഒരു ചിന്തകൾ എങ്ങനെയാണ്, ഒറ്റയ്ക്കാണോ കൂട്ടത്തോടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ആ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ്, പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.